ഹലോ ചങ്ങായിമാരെ, ആമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്ന്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. നമ്മളത് പ്രവാസി കസ്റ്റമർ സൗദിയിലുള്ള ഒരു മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ അടുത്ത് ഇന്നോവ വേണമെന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കസ്റ്റമറിന് ഞാൻ 2012 ഇന്നോവ വൈറ്റ് കളറിലുള്ളതാണ് എത്തിച്ചു കൊടുത്തത്. കസ്റ്റമർ എന്നോട് പറഞ്ഞത് ആ കളർ എനിക്ക് വൈറ്റ് വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കളറാക്കിയിട്ട് എനിക്ക് തന്നാൽ മതി, അതുമാത്രമല്ല അതിനെ ഒരു സ്പെഷ്യലാക്കിയിട്ട് എനിക്ക് തരണം വണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളോടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർക്ക് പൈസ അവർക്കൊരു ഇതില്ല, നമുക്ക് വണ്ടി എന്തായാലും നല്ല അടിച്ചാപ്പൊളി ആക്കിയാൽ മതി, അതും ഒരു സ്പെഷ്യലായിട്ടുള്ള കളറും വേണം, വണ്ടി ആര് കണ്ടാലും ഒന്ന് നോക്കുകയും വേണം, വണ്ടിയുടെ ഉള്ളിൽ കയറിയാലും ഒരു ലക്ഷറി ഫീലും വേണം. ഇതായിരുന്നു നമ്മളെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആകെ ഒരു ഡിമാൻഡ്. അങ്ങനെ ഏകദേശം ഒരു മാസം കഴിഞ്ഞ് കസ്റ്റമർ നാട്ടിൽ വന്നിട്ട് ഒരു 3 ദിവസമായി. ഇത് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളെ കുന്നംകുളത്ത് കുറേ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് പണിക്കാർ ലീവ് അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ വണ്ടിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ 90% വർക്കും ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ പുതിയ വർക്ക്ഷോപ്പിലിട്ടിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഫുള്ള് വർക്കുകൾ എന്ന് പറഞ്ഞാൽ 90 സീറ്റ് കവർ ഒഴിച്ച് ബാലൻസ് എല്ലാ വർക്കും നമ്മളെ പണിക്കാരും നമ്മളെ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് കൂടുതൽ എഫേർട്ട് നമ്മൾ എടുത്തിട്ടാണ് ഈ വണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഡെലിവറി ആയിരുന്നു. ഇത്ര ദിവസം നല്ല കൊടും ചൂടാണെങ്കിൽ ഇന്നിപ്പോൾ ഡെലിവറി ചെയ്യണ വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ഫുൾ മഴയാണ്. കസ്റ്റമർ നമ്മൾ ഓഫീസിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് വിളിച്ച് വരുത്തിയിട്ട് നമ്മൾ കസ്റ്റമർ ഇതുവരെ വണ്ടി കണ്ടിട്ടില്ല, വണ്ടി ഫോട്ടോ മാത്രം, അതും വൈറ്റ് കളറുള്ള വണ്ടിയാണ് കസ്റ്റമർ കണ്ടത്. അപ്പോൾ കസ്റ്റമർക്ക് ആ ഒരു ഉദ്ദേശ രീതിയിൽ ഒരു ലക്ഷറി ലുക്കിലും ഒരു വെറൈറ്റി കളറിലും ഒക്കെ ആയിട്ട് നമ്മളിന്ന് 2012 വണ്ടി നമ്മൾ സ്വന്തം ഇക്കാക്ക് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഇക്കാക്ക് നമ്മളിന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏത് കളറിലുള്ള ഇന്നോവ ആയിക്കോട്ടെ ഫോർച്യൂണർ ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്ന രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാന്യമായൊരു വിലയിൽ കൺവേർട്ട് ചെയ്തിട്ട് ഫുൾ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് നമ്മൾ പുതിയൊരു വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ പണിത് കൊടുക്കും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയിട്ടാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഹലോ ചങ്ങായിമാരെ, അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്നും. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗ്യാരേജിൽ ഫുള്ളായിട്ട് 90% വർക്കും സീറ്റ് കവർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വർക്കും ഒരു 2012 വൈറ്റ് കളർ വണ്ടീനെ നമ്മളത് മാറ്റിയിട്ട് ഒരു ലക്ഷറി സെറ്റപ്പ് ആക്കിയിട്ട് ഇൻറ്റീരിയലായാലും പുറം ഭാഗമായാലും ലക്ഷറി സെറ്റപ്പ് ആക്കിയിട്ട് ആ വൈറ്റ് വണ്ടി കളറ് മാറ്റിയത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു 10-25 ദിവസം സമയമെടുത്തിട്ടാണ് എൻ്റെ ഈ കാണുന്ന വണ്ടീനെ നമ്മൾ മോഡൽ മാറ്റിയിട്ടുള്ളത്. ഇതാണ് ആ വണ്ടി. 2012 വൈറ്റ് കളറായിരുന്നു ഈ വണ്ടി. ഈ വണ്ടീനെ നമ്മൾ കസ്റ്റമർ നമ്മോട് പറഞ്ഞത് നമുക്കൊരു നല്ലൊരു സെറ്റപ്പിൽ നല്ലൊരു കളറാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടേതായ ഒരു ഐഡിയയിലാണ് ഏകദേശം 90% വർക്കും നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഗ്രേയും അല്ല സിൽവറും അല്ലാത്തൊരു കളറാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ വീല് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ കാര്യം, വീലൊക്കെ 17 ഇഞ്ചിൻ്റെ വീലും ലോ പ്രൊഫൈല് ടയറൊക്കെ നമ്മൾ സെലക്ട് ചെയ്തത് ഒക്കെ നമ്മൾ ഏകദേശം ഒരു ഐഡിയക്കാണ്. അതേപോലെ തന്നെയാണ് ഇത് മൊത്തം നമ്മൾ ഡിസൈൻ ചെയ്തത് നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെയാണ്, നമ്മളെ പണിക്കാർ തന്നെയാണ്. അതിൽ നമുക്ക് നല്ലൊരു മഴയുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞു നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറേ നേരം ഇന്ന് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാണ്. നല്ലൊരു മഴയുണ്ട്. മഴ തന്നെ വീഡിയോ LED പ്രൊജക്ട് ടൈലാമ്പ് വെച്ചിട്ടുണ്ട്. 17 ഇഞ്ചിൻ്റെ നല്ല അടിച്ചാപ്പൊളി അലോവിയിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലായാലും ഒരു ബ്ലാക്ക് ഷെയ്ഡോട് കൂടിയിട്ടുള്ള ക്രോം വർക്കും കാര്യങ്ങളും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എടുത്ത് പറയേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ വണ്ടിയുടെ ഉള്ളിലേക്ക് വന്നാലാണ് സാധാരണ ഇന്നോവ 2012-13 നമുക്ക് ക്രീം കളറോട് കൂടിയിട്ടാണ് കിട്ടാറ്. ഇത് നമ്മൾ വർക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് ബ്ലാക്ക്, അതായത് ടോപ്പ്, ഡാഷ്ബോർഡ്, സ്റ്റിയറിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ അഴിച്ചെടുത്തിട്ട് ഫുൾ ബ്ലാക്ക് കളറ് പെയിന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അടിയിലാണെങ്കിൽ 70 മാറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗും ലെതർ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ലെതർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ പാർട്സ് പീസാക്കി അഴിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വർക്കുകൾ ഓരോന്ന് ചെയ്തിട്ടുള്ളത്. അത്രയും റിസ്ക് എടുത്തിട്ട് നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഏകദേശം സീറ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വർക്കും ചെയ്തത്. പെയിൻറ്റിങ്ങിൻ്റെ കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. കാരണം ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മൾ ഒരു വണ്ടി നോർമലായിട്ട് പെയിൻ്റ് അടിക്കുന്നത് പോലെയല്ല നമുക്ക് ഓരോ പീസുകൾ അയച്ചിട്ട് കളർ മാറ്റുമ്പോൾ. കാരണം ഓരോ പീസിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാൻ.
ആ ഒരു വർക്കാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ എല്ലാ വണ്ടിയും ഫോർച്യൂണർ ആയാലും ഇന്നോവ ആയാലും ഇതേപോലെ നമ്മൾ വർക്ക് ചെയ്ത് കളറ് മാറ്റി ഇൻറ്റീരിയലൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പം നല്ല അടിച്ചാപ്പൊളി ആക്കിയിട്ട് നമ്മളെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ബന്ധപ്പെടാം. നമ്മൾ വെറും സെയിൽ മാത്രമല്ല, ഇന്നോവ ആയാലും ഫോർച്യൂണർ ആയാലും ഏത് വണ്ടിയായാലും നമ്മൾ കളറ് മാറ്റിയിട്ട് ഇതേപോലെ നല്ല മൊഞ്ചാക്കി കൊടുക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കൊക്കെ വന്നാൽ ആര് കണ്ടാലും ഒരു കുറ്റം പറയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആര് കണ്ടാലും ഒന്ന് നോക്കുന്നൊരു രീതിയിലാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും. ജസ്റ്റ് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കത്തിച്ചിട്ട് കാണിച്ചു തരാം. അല്ലേ ചങ്ങായിമാരെ, നമ്മളെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നല്ല മഴയായിരുന്നു, ഒരു അരമണിക്കൂറോളം മഴയായിരുന്നു. അപ്പോൾ ഈ മഴയെ തന്നെ നമ്മൾ ഡെലിവറി കൊടുക്കുകയാണ്. കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇക്കും ഫാമിലിയും നമ്മളടുത്ത് വന്നിട്ടുണ്ട്. ഒരു വണ്ടി കണ്ടിട്ടില്ല, നമുക്ക് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഇക്ക് എപ്പോഴാണ് വന്നത്? നമുക്ക് വണ്ടി തുറന്നിട്ട് അധികം മഴ കൊള്ളാണ്ട, തുറന്നിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. നമ്മൾ വണ്ടി ചാവി കൈമാറാൻ പോവാണ്. വണ്ടി ഇപ്പോൾ ഇവർ കണ്ടിരിക്കണ്. ഇവർ ഏകദേശം മക്കളൊക്കെ കുറേ നേരം നാളായിക്കണ് നമ്മളെ ഫോളോ ചെയ്തിട്ട് വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇക്കാടും മക്കളോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ഇക്ക വണ്ടി കണ്ടിട്ട്? നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയിണ്ടാ? അതെ, ഉഷാറല്ലേ? എങ്ങനെയുണ്ട് വണ്ടി മൊത്തത്തില്? ഒരു ഫ്രീക്ക് ലുക്ക് ആയില്ലേ? നമ്മളെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ കുറവുകളൊക്കെ ഉണ്ടോ? നമ്മൾ രണ്ടാമത് പണിതെടുക്കണ വണ്ടിയല്ലേ, ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മളൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? അതെ, ഉഷാറായില്ലേ? ഇൻഷാല്ലാ നമ്മൾ ചാവി കൈമാറാണ്. മഴ ആയ കാരണം നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് ഓഫീസിൽ പോയിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് സംസാരിക്കാം. കസ്റ്റമർ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എന്താണ് കറക്റ്റ് അഭിപ്രായം എന്നുള്ളത് നമ്മളെ സ്വന്തം ഇവിടെ കറി ചോദിക്കാം. എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട്? സൂപ്പറാണ്, ഓടിക്കാനൊക്കെ സൂപ്പറാണ്, അടിപൊളിയാണ്. നിങ്ങൾ ഗൾഫിൽ നിന്ന് ഉദ്ദേശിച്ച ആ ഒരു ടൈപ്പ് ആയി കിട്ടിയ നിങ്ങൾക്ക്? അതൊക്കെ അതിലുപരിയായിട്ടുണ്ട്, അതിലധികമായിട്ടുണ്ട്. അതൊക്കെ അത് സൂപ്പറായിട്ടുണ്ട്. രാത്രിയൊക്കെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയെ കുറിച്ചിട്ട്? അല്ല, മുന്നൊരു സങ്കല്പം ഉണ്ടാവും, അതുപോലെ ആയിട്ടുണ്ടാവും. ഫോട്ടോ അയച്ചുന്ന സമയത്ത് വേറെ കളറായിട്ടാ കണ്ടത്. അപ്പൊ അതിന്റെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോ ഇഷ്ടായി. ഫോട്ടോ അയച്ചിരുമ്പോ ഡാർക്ക് കളറായിരുന്നു, കണ്ടപ്പോ ഇഷ്ടായി. ഫുള്ളൊക്കെ ഇന്റീരിയലൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി, യാത്ര ചെയ്യാനാ സുഖാണ്. എന്താ അഭിപ്രായം? തന്നെ പറയാനുള്ളത് അതന്നല്ലേ, ഉഷാറായിട്ടില്ലേ? കഥാക്ക് ഇഷ്ടായില്ലേ?